ആദ്യമായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടി ശ്രീമതി ശ്രുതിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മാതംഗ കന്യാ മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാംഗശോണേ പുണ്ട്രേക്ഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗതേകമാതാ മാതാ മരതകശ്യാമാ മാതംഗീ മതശാലിനി കടാക്ഷയതു കല്യാണി കദംബവനവാസിനി ജയ മാതംഗതനയേ ജയ നീലോൽപലദ്യുതേ ജയ സംഗീതരസികേ ജയ ലീലാശുകപ്രിയേ. എല്ലാവർക്കും നമസ്കാരം. നവരാത്രി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള 9ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഈ വേദിയിൽ വിവിധ കലാപരിപാടികളോടുകൂടി ആരംഭിക്കാൻ പോവുകയാണ്. ഈ പരിപാടിയുടെ അമ്മേ നാരായണ നൃത്തവിദ്യാലയത്തിലെ ഹരിമാഷുടെയും മീര ടീച്ചറുടെയും ശിക്ഷണത്തിൽ പഠിച്ചു വന്നിട്ടുള്ള കുട്ടികളുടെ അരങ്ങേറ്റമാണ്, അല്ലെങ്കിൽ ഡാൻസാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. മാഷയും ടീച്ചറെയും കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുരുശിഷ്യ ബന്ധം എന്നതിനപ്പുറം ഒരു കുടുംബം പോലെ നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് എല്ലാ നല്ല കാര്യങ്ങളും നല്ല ഉപദേശങ്ങളും എല്ലാം നമ്മളോടൊപ്പം, നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി എങ്ങനെയാണോ നമ്മളോട് പെരുമാറുക എന്ന പോലെയാണ് മാഷ് തൻ്റെ വിദ്യാർത്ഥികളോട് പെരുമാറാറുള്ളത്. മാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിരവധി മേഖലകളിൽ, പാലക്കാട് ജില്ല മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ച് അരങ്ങേറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ എന്തു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും, മാഷ് എന്ത് തിരക്കുണ്ടെന്നുണ്ടെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് നമ്മളോടൊപ്പം വരാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സാധനാ മാതൃസമിതിയുടെ ആളുകളെ പോലും നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത്രയും പ്രായമായവരെ പോലും വളരെ ലളിതമായ രീതിയിൽ, ഒരു എന്താ പറയുക, ചീത്ത പറയുക അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ എങ്ങനെയാണ് ദേഷ്യപ്പെടുക പോലും ചെയ്യാത്തൊരു ഗുരുനാഥൻ ആരാണ് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഹരിമാഷായിരിക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വന്നിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ദീപോജ്വലനം ചെയ്യുന്നത് ശ്രീ മോഹനകൃഷ്ണൻ, ശശികുമാരി, ശ്രീമതി ശശികുമാരി എന്നീ ദമ്പതികളാണ്. അവരെ ഞാൻ ഈ ഹാർദമായി ഈ വേദിയിലേക്ക് ദീപപ്രജ്വലനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.
നവരാത്രി മണ്ഡപത്ത് പണിപ്പുര നടക്കുന്നതുകൊണ്ട് ഈ വർഷം പരിപാടി ഉണ്ടാവാൻ സംശയമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ വിവരം ശ്യാംജിക്ക് വിവരം കൊടുത്തു. അദ്ദേഹം ഉടനെ പറഞ്ഞു, അതിനെന്താ, ഇവിടെ ചെയ്യാമല്ലോ, ഞങ്ങൾ അതിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം എന്നുള്ള ഒരു വാക്ക്. അവിടെ എന്താ ചെലവ്, കാര്യങ്ങൾ, ഒരു കാര്യം പോലും പറയാതെ അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു. ആ സംസ്കൃതമായ ആ മറുപടിയിൽ ഞാൻ ആകെ തരിച്ചുപോയി. അങ്ങനെയാണ് ഈ പരിപാടി ഇന്ന് അവസരം കിട്ടിയത്. അതിൽ മഹാഭാഗ്യം. ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു, അതുപോലെ തന്നെ ഈ പരിസരവാസികളോടും. ഈ പരിപാടിക്കായി ക്ഷണം സ്വീകരിച്ച് പാലക്കാട് ബ്രാഞ്ചിലെ വിദ്യാർത്ഥിനികളും പുതുശ്ശേരി ബ്രാഞ്ചിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടി ഇന്ന് സമർപ്പണം ചെയ്യുന്നത് മുത്തശ്ശിയായി തീർന്ന ശ്രീമതി പാർവതി ശിവദാസിൻ്റെ അരങ്ങേറ്റം കുറിച്ചുകൊണ്ടാണ്. അവരാണ് ഈ പരിപാടി സമർപ്പണം ചെയ്യുന്നത്. വെറും ആഗ്രഹം കൊണ്ട്, മനസ്സിൻ്റെ സന്തോഷം കൊണ്ടും എനിക്കെന്ത് ചെയ്യണം എന്നുള്ള വാശിയിൽ നല്ല 3 ആൺമക്കളാണ് അവർക്ക്. ഹസ്ബൻഡും മക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കുറച്ചു കാലം പഠിച്ച് ഏതാനും മാർഗത്തിലൂടെ അല്ലെങ്കിലും 5 വിഭവങ്ങളോടുള്ള ഐറ്റം അവർ ചെയ്യുന്നതാണ്. അവർ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് എന്തിനാ ചെയ്യണം മാഡം, എൻ്റെ കൂടെ ഇവിടുത്തെ കുട്ടികളും ചെയ്യിപ്പിച്ചൂടെ. അങ്ങനെയാണ് അമ്മേ നാരായണ നൃത്ത വിദ്യാലയത്തിലെ 10 കുട്ടികൾ പാലക്കാട് നിന്നും 7 കുട്ടികൾ പുതുശ്ശേരിയിൽ നിന്നും പങ്കെടുക്കുന്നത്. ആ കുട്ടികളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ശ്രീമതി പാർവതി ശിവദാസ്, അവരൊന്ന് സന്നിധിയിലേക്ക് കയറി വരണം. അഞ്ചൽ, ബൃഹതി, ഗൗരിപ്രിയ, മാളവിക, ശ്രിയ, ദൃശ്യ, അശ്വിന, ഹാസിനി, അമയ, അൻവിത, ശാലിനി, ഇവരെല്ലാം പാലക്കാട് ബ്രാഞ്ചിലെ വിദ്യാർത്ഥിനികളാണ്. പുതുശ്ശേരി വിദ്യാർത്ഥിനികളുടെ മേക്കപ്പ് കഴിയുന്നതേ ഉള്ളൂ, അവരിപ്പോൾ എത്തും. അപ്പോൾ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈശ്വരാനുഗ്രഹം കൊണ്ട് വളരെ ചെറിയ സന്നിധിയാണെങ്കിലും വന്നവർ കർപ്പൂരമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ മക്കളെ പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച് അവരെ അനുഗ്രഹിക്കുക. താങ്ക് യു വെരി മച്ച് മക്കള്. താങ്ക്സ് അലോട്ട്. താഴെ ഇറങ്ങിക്കോ. ശൈലജ, യു സ്റ്റാൻഡ് ദെയർ. സ്റ്റേജിൽ വരിക. അശ്വിനി, ശ്രീലക്ഷ്മി, അനന്യ, അനാമിക, നിവേദിത, നയന, അതുല്യ, താങ്ക് യു വെരി മച്ച് മക്കളെ. തത്തോടകതാം തം 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 ദിം 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 തത്ത
ഹരശങ്കര ശിവശങ്കര ദുരിതങ്ങള ശിവനേ ഹരിദാസ്യമോടനിശം മമ വളരാൻ വഴി ഭരണേ മരണേ മമ ഗുരുമന്ദിർ രമണേ മതിവരണേ കരണേ മമ കരിതൻ മൃദുചരണേ യതി ശിവനേ ഇനി ഇങ്ങനെ ജനനീജൻ ജഡരേ യതിവാസം. ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ്, വീഡിയോഗ്രാഫർ ആൻഡ് നമ്മുടെ സാന്ദീപനി സാധനാലയത്തിലെ എല്ലാ മക്കൾക്കും പൂജാരികൾക്കും അതുപോലെ ക്യാൻറ്റീൻ ആഹാരം എത്തിച്ച അവർക്കും എല്ലാവർക്കും നന്ദി. എല്ലാത്തിനും പുറമെ സാഷ്ടാംഗം നമസ്കരിച്ച് നന്ദി പറയുന്നു ശ്രീമാൻ ശ്യാംജിയോടും ശ്രുതിമാവിനോടും. താങ്ക് യു വെരി മച്ച്. ഏവർക്കും നന്ദി. എല്ലാവരോടും നന്ദി. വന്നിരിക്കുന്ന കാണികളോടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഞങ്ങളുടെ പാലക്കാട് ആൻഡ് പുതുശ്ശേരി പാരൻസിനും നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇന്ന് ഈ വേദിയിൽ ഒട്ടനവധി കുട്ടികളുടെ നൃത്ത അഭ്യാസത്തിൻ്റെ ഒരു പടവ് മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ഇനിയും മേൽക്കുമേൽ അവർക്ക് ഓരോ പടവുകളും കയറി നൃത്തത്തിൻ്റെ തന്നെ എല്ലാ ശിഖകളും കയറി ഉയരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്ദീപിനി സാധനാലയത്തിന് ചെറിയൊരു കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ നൃത്തം പാലക്കാടിൻ്റെ ആൾക്കാരെക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. പാലക്കാടിൻ്റെ പൈതൃകത്തിൽ നമ്മൾ സംഗീത വിദ്വാൻമാരെ എല്ലാവരെയും എടുത്തിട്ടുണ്ട്, മൃദംഗ വിദ്വാനായിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നൃത്തത്തിൻ്റെ മേഖലയിൽ ആരാണ് പാലക്കാട് ആദ്യം മുതലേ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അറിവില്ല. കാരണം ചെമ്പൈ വൈദ്യനാഥ ഭാഗവരെ, MS വിശ്വനാഥനെയും MD രാമനാഥനെയും P ലീലയെയും പാലക്കാട് മണിയയ്യരെയും നമ്മൾ പറയാറുണ്ട്. പക്ഷേ നൃത്താവിഷ്കരണത്തിൽ പാലക്കാടിൻ്റെ ഒരു അഭിമാന താരത്തെക്കുറിച്ച് പറയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ വേദിയിൽ വെച്ച് അത് പ്രതിജ്ഞ എടുക്കുന്നു. അടുത്ത വർഷം മുതൽ നൃത്തം അഭ്യസിക്കുന്ന അല്ലെങ്കിൽ നൃത്തത്തിൻ്റെ ഒരു പൈതൃകം നമുക്ക് പാലക്കാട് ജില്ലയ്ക്ക് അരുളി ചെയ്ത ആരെങ്കിലും പ്രശസ്തരായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു പുരസ്കാരം അടുത്ത വർഷം മുതൽ പ്രഖ്യാപിക്കുകയാണ് ഈ വേദിയിൽ. കാരണം ആധ്യാത്മികം തൊട്ട് ആനപ്പാപ്പാൻ വരെയുള്ള 11 പുരസ്കാരങ്ങൾ എല്ലാ വർഷത്തിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും അതിൻ്റെ ഉത്തരവാദിത്വം മാഷക്ക് കൂടി കൊടുക്കുകയാണ്. ഹരിമാഷെ പാലക്കാടിൻ്റെ അഭിമാനമായി നിന്ന നൃത്തത്തിൻ്റെ ചുവടുകൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് പാലക്കാടിൻ്റെ അഭിമാനമാക്കിയെടുക്കാൻ ഈ കുരുന്നുകൾക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വേദിയിൽ ഇത്രയുമധികം ഗംഭീരമായ നൃത്തശില്പം നമുക്ക് പകർന്നു തന്ന അമ്മേ നാരായണ ഡാൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാവർക്കും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ചേച്ചിയുടെ 5ഓളം കലാരൂപത്തെ നമുക്കിവിടെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നതും ഈ പ്രായത്തിലും ആ തനിമ നഷ്ടപ്പെടാതെ തന്നെ കലാരൂപത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഒരു പ്രാവീണ്യം ആ ചേച്ചിയിൽ നിന്ന് നമുക്ക് കൂടി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ പോലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ആദ്യം നമ്മുടെ കുരുന്നു കുട്ടികൾക്ക് അവർക്ക് സാന്ദീപിനി സാധനാലയത്തിൻ്റെ പൈതൃക ജില്ലയുടെ ഒരു ആദരവ് പൊന്നാട അണിയിച്ച് നമ്മുടെ മാതൃസമിതിയുടെയും നമ്മുടെ സാന്ദീപിനി സാധനാലയത്തിൻ്റെയും കണ്ണേട്ടനെയും ക്ഷണിക്കുന്നു. മാതൃസമിതിയിലെ ആരെങ്കിലും അമ്മമാരൊക്കെ വരൂ. ടീച്ചർ ഓരോ കുട്ടികളെയും പൊന്നാടിയിട്ട് ആദരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാരായണ നൃത്തവിദ്യാലയം വിദ്യാർത്ഥിനികൾക്കുള്ള ആദരവാണ്. പ്രായത്തെ പോലും വെല്ലുവിളിച്ച് ഇവിടെ ഇന്ന് നൃത്തം അരങ്ങേറിയ ശ്രീമതി പാർവതി ശിവദാസ്, അവര് സർവോപരി ഈ പ്രോഗ്രാമിൻ്റെ സമർപ്പണം കൂടി പാർവതി ചേച്ചിയാണ്. പാർവതി ചേച്ചിയെ ആദരിക്കുന്നതിനായി പാർവതി ചേച്ചിയെ ആദരിക്കുവാനായി സാധനാ മാതൃസമിതി അംഗം കൃഷ്ണ ചേച്ചിയെ ക്ഷണിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി പാർവതി ചേച്ചിയെ ക്ഷണിക്കുന്നു.
പാർവതി ചേച്ചിക്ക് സാന്ദീപിനി സാധനാലയത്തിൻ്റെ ഒരു മൊമെൻറ്റോ കൂടി സമർപ്പിക്കുകയാണ്. നൽകുന്നതിനായി സമാദരണീയനായ നമ്മുടെ വില്ലേജ് ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട്. മുൻ വില്ലേജ് ഓഫീസറായ ജയപ്രകാശ് സാറിനെ ക്ഷണിക്കുകയാണ്. ശ്രീമതി പാർവതി ശിവദാസ് അവർക്ക് ഒരു മൊമെൻറ്റോ സമർപ്പിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കൂ. ആദരവ് സ്വീകരിക്കുന്നവർ മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ കൂടി കിട്ടും. നല്ലൊരു കയ്യടി കൊടുക്കൂ. താങ്ക് യു. അടുത്തതായി പേര് വിളിക്കുന്ന പാകത്തിന് ആദരവേറ്റ് വാങ്ങുവാൻ വേണ്ടി മുന്നിലേക്ക് വരേണ്ടതാണ്. സാന്ദീപനി സാധനാലയത്തിൻ്റെ ആദരവ് സമർപ്പിക്കുന്നു നമ്മുടെ ട്രസ്റ്റി കൂടിയായ കൃഷ്ണൻ ഉണ്ണിയേട്ടൻ. ആദ്യമായി ദൃശ്യ നല്ലൊരു കയ്യടി കൊടുക്കൂ. ഹാസിനി നല്ലൊരു കയ്യടി കൊടുക്കൂ. അടുത്തത് അശ്വിന. അമ്മയ. അൻവിത. ശാലിനി. അഞ്ജൽ. ശാലിനി നല്ലൊരു കയ്യടി കൊടുക്കൂ. അഞ്ജൽ. ബൃഹതി. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നോക്കൂ. ഗൗരിപ്രിയ. മാളവിക. ശ്രിയ. അശ്വിനി. ശ്രീലക്ഷ്മി. അനാമിക. നിവേദിത. നയന. അനന്യ. അതുല്യ. നൃത്ത രംഗത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുന്നു. ആദ്യമായി നട്ടുവങ്കം പ്ലസ് പാട്ട്. മൃദംഗം ശ്രീ വിത്തനശ്ശേരി മധുസൂദനൻ. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ മധുവേട്ടൻ എന്ന് വിളിക്കുന്ന ചേട്ടനെ ആദരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കൂ.
ഓടക്കുഴൽ ശ്രീ ആലത്തൂർ ശിവറാം. ഓടക്കുഴൽ ശ്രീ ആലത്തൂർ ശിവറാം അദ്ദേഹത്തെ ആദരിക്കുന്നു. ഹാർമോണിയം ശ്രീ കൽപ്പാത്തി നന്ദു. ഹാർമോണിയം ശ്രീ കൽപ്പാത്തി നന്ദു. നല്ലൊരു കയ്യടി കൊടുക്കൂ. ചമയം ശ്രീ ഗോപിയേട്ടൻ ആൻഡ് ടീം. 3 പേരുണ്ട്. ഗോപിയേട്ടൻ, ഹരിയേട്ടൻ, ചമയം. അടുത്തതായി നമ്മുടെ ഗുരുനാഥന്മാർക്കുള്ള സമർപ്പണമാണ്. അമ്മേ നാരായണ നൃത്തവിദ്യാലയത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീമതി മീര ഹരിദാസ്, ശ്രീ ഗുരുജി ഡോക്ടർ ഹരിദാസ് എന്നിവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. മാഷിന് സാന്ദീപനി സാധനാലയത്തിൻ്റെ ഒരു സ്നേഹോപഹാരമുണ്ട്. നമ്മുടെ സാധനാ മാതൃസമിതി അംഗമായ ശ്രീമതി ശുഭ ചേച്ചി, അവരുടെ മകൻ അതുൽ എന്നിവർ ചേർന്ന് സമർപ്പിക്കുന്ന ഒരു സമർപ്പണം. 2 പേരും മുന്നോട്ട് വരേണ്ടതാണ്. മാഷിന് ടീച്ചർക്കുള്ള ഞങ്ങളുടെ സന്തോഷം, സ്നേഹോപഹാരം. ശുഭ ചേച്ചി ആൻഡ് അതുൽ 2 പേരും അവർ തന്നെ നിർമ്മിച്ച അവരുടെ തന്നെ ഒരു ക്രാഫ്റ്റാണ്. നമ്മുടെ പ്രദേശത്ത് നിന്നുള്ള കലാകാരന്മാരാണ്. ഈ കുട്ടി കുട്ടി കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ചതാണ്. മാഷിന് സാന്ദീപനി സാധനാലയത്തിൻ്റെ ഒരു സ്നേഹ സമ്മാനമായിട്ട്. നല്ലൊരു കയ്യടി കൊടുക്കൂ. അവരവരുടെ കഴിവിലുണ്ടാക്കിയിട്ടുള്ള ഒരു സ്നേഹ സമ്മാനമാണ്. സ്വാമി നിൽക്കും. അടുത്തത് സാന്ദീപനി സാധനാലയം നൃത്ത വിദ്യാർത്ഥികളുടെ ഒരു സമർപ്പണമാണ്. മാഷ് 1 വർഷത്തോളം കാലമായി ഇവിടെ അമ്മമാരെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു ദക്ഷിണാ സമർപ്പണമാണ് വിജയദശമിയോടനുബന്ധിച്ച്. ഒപ്പം സാന്ദീപനി സാധനാലയത്തിൻ്റെ സമർപ്പണവും. എല്ലാവരും നൃത്തം മാഷിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്ന എല്ലാവരും ഒന്ന് വരണം. എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല, എന്നാൽ ഒന്ന് പറയാം. നേർവഴിക്ക് ഇത് ഉള്ളിൽ തട്ടി പറയണതാ. സത്യത്തിൽ എല്ലാവരും പോവുക. അപ്പോൾ ഇതുപോലെ സ്ഥലങ്ങളിൽ നമുക്ക് യോഗം ഉണ്ടെങ്കിൽ എത്തും. അങ്ങനെ എത്തിയതാ ഞാൻ. എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ സത്യം കൈവെടിയാതെ മറ്റുള്ളവനെ ഉപദ്രവിക്കാതെ എനിക്കെന്ത് ദൈവം തന്നുവോ അതെല്ലാവരെക്കാളും എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോഴും അന്നും. നാളെ അങ്ങനെ ഭവിക്കാം. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ചേച്ചിമാർ, എൻ്റെ അമ്മമാർ, എൻ്റെ അനിയത്തിമാർ, ഞങ്ങൾ സത്യം പറയാം, അത്രയും ബമ്പർ സമ്മാനമാണ് മറ്റന്നാൾ വരുന്ന. അതിനേക്കാളും ഉപരിയാണ് എനിക്ക് ഈ സമ്മാനം. ഈ അമ്മമാരിവിടെ അഞ്ചുമൂർത്തിയിൽ. സത്യം ഞാൻ പറയണത് പുറംനാട്യമല്ല, എനിക്കറിയില്ല പുറംനാട്യം പറയാൻ. അതിന് ശ്രീമാൻ ശ്യാംജി അവർകളോടും ശ്രീമതി ശ്രുതിയോടും ഞാൻ പഠിപ്പിച്ച പഴയ എൻ്റെ സ്റ്റുഡൻറ്റ് ബബിത മോളോടും അതേപോലെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ എല്ലാ പെങ്ങളുമാരും അമ്മമാരും എൻ്റെ മോൾക്കുട്ടി ഇതും തെച്ചിമന്താരം തുളസിയാ ഗുരുവായൂർ ചെയ്യാൻ പോണ്.
പഠിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ടീച്ചറുടെ മോളിൽ അലയിപ്പായതേ, അതേപോലെ വേറെ മഞ്ജരിയുടെ മോള് മുരുകൻ്റെ, അങ്ങനെ 3 വിദ്യാർത്ഥിനികൾ. അതിന് പുറമെ ടീച്ചർ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്, ബാലാമണീനെ. അതിന് പുറമെയാണ് ഈ അമ്മമാർ. നിങ്ങളെല്ലാവരും ഗുരുവായൂരിലെത്തണം, ഈ അമ്മമാരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അതിന് നല്ല എന്നും ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമാൻ ശ്യാംജിക്ക് നല്ല ആയുസ്സും ആരോഗ്യവും, അദ്ദേഹത്തിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന മറ്റുള്ള പൂജാരികൾക്കും സന്യാസിമാർക്കും എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേറെ വാക്കുകളൊന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. ഈ വേദിയിൽ നമ്മുടെ കൃഷ്ണ ചേച്ചിക്ക് നൽകുന്ന ഒരു ശങ്കരാചാര്യ വിഗ്രഹം കൂടി കൊടുത്തുകൊണ്ട് കൃഷ്ണ ചേച്ചിക്ക് മാസ്റ്ററെ കൈകൊണ്ട് തന്നെ ശങ്കരാചാര്യരെ അതാ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ ഈ വേദിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ കേരള ഗവർണർ പങ്കെടുത്ത മെയ് 3-ന്. അന്ന് നമ്മൾ ആദി ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹം കൊടുത്തുകൊണ്ട് കേരളത്തിൽ 1,00,000 കുടുംബങ്ങളിലേക്ക് ശങ്കരാചാര്യരെ എത്തിക്കുക എന്നുള്ള ആശയത്തോടു കൂടി മുന്നോട്ട് പോകുകയാണ്. അതുമാത്രമല്ല, നമ്മളെല്ലാവർക്കും ആദിശങ്കരനെക്കുറിച്ചുള്ള ഒരു ചരിത്രം തയ്യാറാക്കിക്കൊണ്ട് കാലടിയിൽ ശ്രീ ശങ്കരാചാര്യരുടെ വിഗ്രഹം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം കൂടി സാന്ദീപിനി സാധനാലയം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശങ്കരാചാര്യരെ ഇന്ന് മാസ്റ്റർ കൈകൊണ്ട് കൃഷ്ണ ചേച്ചിക്ക് നൽകുകയാണ്. ഇല്ല, മതി അവിടെ ഉണ്ട്, അവിടെ കൊടുത്തോളൂ. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര. എല്ലാ വീടുകളിലേക്കും ശങ്കരാചാര്യരെ എത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഈ നവരാത്രിയുടെ വേദിയിൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം ബൊമ്മക്കൊലു വെച്ചിരിക്കുന്ന എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്നും ഇത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. മാസ്റ്ററുടെ സ്റ്റുഡൻസ് എല്ലാവരും വേദിയിലേക്ക് വരും. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ്, ഞങ്ങളുടെ തന്ത്രിശ്രേഷ്ഠൻ്റെ കുടുംബവും കൂടി ഇവിടെ നൃത്തം അഭ്യസിച്ചുകൊണ്ട് ഈ വേദിയിൽ 2ാമത്തെ തവണയും ഇവിടെ ആ കുട്ടികൾ എത്തിച്ചേർന്നത് സാന്ദീപിനി സാധനാലയത്തിൻ്റെയും പഞ്ചമൂർത്തി ക്ഷേത്രത്തിൻ്റെയും അഭിമാനമാണ്. തന്ത്രിശ്രേഷ്ഠൻ്റെ കുടുംബം തന്നെ ഇവിടെ നൃത്തം ചെയ്യാൻ എത്തുന്നു എന്ന് പറയുന്നത്.